വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ആ മനസ്ഥിതി ആരും മനസ്സിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. മനസ്സിലായിരിക്കണം സ്നേഹം, സഹജീവിയോടുള്ള സ്നേഹം. നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യുവാൻ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിക്കും. പലതും ആയുധങ്ങൾക്ക് കിടക്കാൻ സാധിക്കാത്ത സ്നേഹം കൊണ്ട് കീഴടക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോ ഒരു സമൂഹമായി നിലകൊള്ളുമ്പോ, സമൂഹത്തിലെ എല്ലാവർക്കും സ്നേഹം പങ്കിടുമ്പോ, സ്നേഹം അവിടെ വളരെ ഒരു ബഹുസ്വര സമൂഹത്തിലെ അനിവാര്യമായ ഒന്നാണെന്നുള്ള വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ മതങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് ഈ സ്നേഹമാണ്. അപ്പോ ആ സ്നേഹത്തിന്റെ പ്രകടനമായിരിക്കണം, വ്യാപനമായിരിക്കണം മതങ്ങളുടെയും എല്ലാം ലക്ഷ്യം. ഈ ഒരു സ്ഥാപനത്തിന്റെ, ഈ ഗ്രന്ഥാലയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അതുതന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം സ്നേഹം പ്രകടിപ്പിക്കാനും മാനവികത പ്രചരിപ്പിക്കാനും ഏറ്റവും അധികം ആവശ്യമുള്ള ഒന്നാണ് വിജ്ഞാനം. വിജ്ഞാനം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വിജ്ഞാനം, വായന എന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പല ക്ലാസിക്കന്മാരും ഇവിടെ സൂചിപ്പിച്ചു. മലയാള ഭാഷ തെറ്റുകൂടാതെ എഴുതാനും സംസാരിക്കാനും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. ഞാനൊരു സംഭവ കഥ പറയുകയാണ്. മലയാള ഭാഷയിൽ ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഉള്ള പരിജ്ഞാനത്തെ സൂചിപ്പിക്കുന്ന ഒരു രസകരമായ കഥയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ഒരു ഹൈസ്കൂളിൽ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ കശപിശ നടന്നു. അപ്പൊ അതിലൊരുത്തൻ ഒരു കല്ലെടുത്തിട്ട് സഹപാഠി എറിഞ്ഞു. സഹപാഠി എറിഞ്ഞപ്പോ ആ ഏറുകൊണ്ട് ഒരു സഹപാഠിക്ക് ഒരു ചെറിയ പരിക്ക് വെച്ചു. അങ്ങനെ പോലീസ് വന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഏറ് കിട്ടിയ കുട്ടിയോട് ചോദിച്ചു, മോനെ, നിന്നെ പൂർവ്വ വൈരാഗ്യം കൊണ്ടാണോ എറിഞ്ഞത്? ഉടനെ ആ കുട്ടി എന്താ പറഞ്ഞത്? മോനെ, നിന്നെ പൂർവ്വ വൈരാഗ്യം കൊണ്ടാണോ എറിഞ്ഞത് എന്ന് ചോദിച്ചപ്പോ, അല്ല സാർ, എന്നെ കരിങ്കല്ല് കൊണ്ടാണ് എറിഞ്ഞത് എന്ന് പ്രത്യുത്തരം പറഞ്ഞപ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥന് മലയാളത്തിൽ ഈ കുട്ടിക്കുള്ള ധാരണക്കുറവിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിച്ചു. പല ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ എനിക്ക് സ്വന്തം തന്നെ ഒരു അനുഭവമുണ്ട്. BA കഴിഞ്ഞ് ഹൈസ്കൂൾ അധ്യാപകനാകാനുള്ള BEd കഴിഞ്ഞ് വന്ന ഒരു വിദ്യാർത്ഥി അറ്റസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോ BEdന്റെ ഭാഗമായിട്ട് ഇവർക്ക് ഒരു 25 വീടുകൾ കയറിയിറങ്ങിയിട്ട് ആ വീടുകളെ കുറിച്ച് സർവേ നടത്തണം. സർവേ നടക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനർ, ചോദ്യാവലിയുണ്ട്. അപ്പൊ ആ ചോദ്യാവലിയിൽ ഒരു ചോദ്യം വീട്ടിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിലുള്ള ചോദ്യം, വെദർ ടൈൽഡ് ഓർ താച്ച്ഡ്. വെദർ ടൈൽഡ് ഓർ താച്ച്ഡ് എന്നായിരുന്നു ചോദ്യം. അപ്പൊ ഈ കുട്ടി BEd കഴിഞ്ഞ് ഈ കുട്ടി അതിന് നേരത്തെ ഏസ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇതുകൊണ്ട് ഏസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? ടൈൽഡ് എന്നാൽ ഓടുമേനത്, താച്ച്ഡ് എന്നാൽ ഓലമേനത് എന്നാണ് അർത്ഥം ഇംഗ്ലീഷിൽ. അപ്പൊ ഇവൻ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു, ടൈൽഡ് എന്നാൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ടോ എന്ന്, താച്ച്ഡ് എന്നാൽ ചെത്തിത്തെച്ചിട്ടുണ്ടോ. അപ്പൊ ഇംഗ്ലീഷിൽ ടൈലിന്റെ അർത്ഥം താച്ച്ഡിന്റെ അർത്ഥം താച്ച്ഡ്. ഈ ഒരു രൂപത്തിൽ ഇത് സംഭവിച്ചതാണ്. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു കഥയാണെങ്കിലും ഇത് എനിക്ക് അനുഭവമുള്ളത്. അപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള പോരായ്മകളൊക്കെ ധാരാളമുണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന അവസ്ഥ മറ്റൊന്ന്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഗ്രന്ഥാലയങ്ങളൊക്കെ വളർന്നു വരുമ്പോ അത്തരത്തിലുള്ള പോരായ്മകൾ നികത്താൻ അതൊരു മാർഗമാണ് എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിജ്ഞാനം സൗഹൃദം വളർത്താൻ, സ്നേഹം വളർത്താൻ സാധിക്കും. സമൂഹമാണ് ഇവിടെ വലുത്, നമ്മുടെ രാജ്യമാണ് വലുത്. ലോകത്ത് നിങ്ങൾക്ക് കാണാം, പല രാജ്യങ്ങളും പല ആന്തരികമായ സംഘർഷങ്ങളുടെ പേരിൽ, സാമ്രാജ്യത്വ ശക്തികളുടെ പ്രേരണ വഴി പല രാജ്യങ്ങളിലും ആന്തരികമായ ആഭ്യന്തര സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പല രാജ്യങ്ങളും തകർന്നടിയുകയാണ്. നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം ലോകത്തൊരു വലിയ ശക്തിയായി മാറണമെങ്കിൽ ഓരോ വീട്ടിലും ഓരോ മനസ്സിലും രാജ്യമാണ് വലുത്, രാഷ്ട്രമാണ് വലുത്, എന്റെ രാജ്യം കൂടുതൽ ശക്തി പ്രാപിക്കണമെന്ന ചിന്ത വേണം. അതിന് സമൂഹത്തിലെ, ഈ ബഹുസ്വര സമൂഹത്തില് കൊണ്ടും കൊടുത്തും സഹിച്ചും ക്ഷമിച്ചുമുള്ള ഒരു സമൂഹം ഇവിടെ നിലനിൽക്കണം. പ്രകൃതിയിൽ തന്നെ അതിന് ദൃഷ്ടാന്തങ്ങളുണ്ട്. പച്ചവെള്ളമെടുക്കൂ, വെള്ളം ഉണ്ടായി, വെള്ളമുണ്ടായി. ലോകത്തെ ജീവൻ നിലനിൽക്കുന്നത് വെള്ളം കൊണ്ടാ, ഭൂമിയിലെ ജീവൻ നിലനിൽക്കുന്നത് വെള്ളം കൊണ്ടാ. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ഇവിടുത്തെ സാമൂഹിക ബഹുസ്വര സമൂഹത്തിന്റെ പ്രതീകമാണ്.
ഈ ബഹുസ്വര സമൂഹത്തിലെ 2 ഹൈഡ്രജൻ ഞങ്ങൾ 2 ഉണ്ട് എന്ന ഹുങ്കിന്റെ പേരിൽ മാറി നിർത്തുകയോ അല്ലെങ്കിൽ 1 ഉള്ള ഓക്സിജൻ ഞങ്ങൾ ഇവരെ കൂടെ ഇല്ല എന്നുള്ള ഹുങ്കിന്റെ പേരിൽ മാറി നിൽക്കുകയോ ചെയ്താൽ ഹൈഡ്രജനും ഓക്സിജനുമായി വെള്ളം മാറുന്ന അവസ്ഥ ഭയാനകമായിരിക്കും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് രാജ്യത്തിന്റെ ശക്തി, നാട്ടിന്റെ ശക്തി ഐക്യമാണ്, സ്നേഹമാണ്. അത് ഓരോ മനസ്സിലും ഉരുത്തിരിയട്ടെ എന്നൊരു സന്ദേശം ഇത്തരണത്തിൽ നൽകിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷൻ എന്ന പ്രാമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി നിങ്ങൾ അഭിമുഖീനം സംസാരിക്കാൻ വേണ്ടി ബാലിയൽ ഷെഫീഖിനെ ട്രസ്റ്റിന്റെ പ്രതിനിധികളിലേക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മാഷെ സംബന്ധിച്ചിടത്തോളം സുകുമാർ അഴീക്കോടിനെ പോലെ കേരളത്തിലെ അറിയപ്പെടുന്ന ഗാന്ധിയനും പ്രാസംഗികനും പ്രോജ്വലമായ പ്രാസംഗികനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ശ്രവിച്ചു കാണും. നമ്മുടെ നാട്ടുകാരൻ ആയതുകൊണ്ട് കൂടുതൽ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം.